ജ്യോതിർമയം ഭദ്രദീപം നമാമി പരിപാവനം. ഈ രംഗത്തെ വലിയ പ്രപഞ്ചമായി ലോകമായി ഞാൻ കാണും. ഇത് ഒരു കേവലം ഒരു പന്തല്ല, ഈ മൊത്ത ഈ ലോകം തന്നെയാണ്. ഇത് ലോകത്തിലൊരു സ്ഥലത്താണ് അങ്ങനെ സങ്കല്പിക്കുന്നത്. ഇത് വിശാലമായി ലോകമായി മാറിപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വടക്കന്തായി മാറും. പ്രശോഭിതം. ഈ ലോകത്ത് മഹാവീര പർവ്വതം എന്നുള്ള ഒരു പർവ്വതം, ആ പർവ്വതമായിട്ട് മാറും ഈ വിളക്ക്. ഇപ്പൊ എന്റെ മുന്നിൽ ഈ വിളക്കില്ല, പർവ്വതം മഹാവീര പർവ്വതം ആയിട്ട് ഞാനിത് കാണുന്നു. അതായത് ഈ രംഗത്തെ പ്രപഞ്ചമായി കാണുമ്പോൾ ഈ വിളക്ക് ഒരു വിളക്കായിട്ട് നിൽക്കില്ലല്ലോ. ഈ മഹാവീര പർവ്വതമായിട്ട് വിളക്കിനെ ഞാൻ കാണും. ഇതാണ് രൂപകൽപ്പന. ജ്യോതിർമയം ഭദ്രദീപം. പ്രകാശിക്കുന്നതായ ഈ ദീപം, ആ ദീപത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. മഹാവീർ പ്രകാശിക്കുന്നതാണ് ദീപം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ മഹാവീരനിൽ പ്രശോഭിക്കുന്നത് ആരാണ്? ആദിത്യനാണ്, സൂര്യനാണ്. അപ്പൊ ആ സൂര്യൻ എന്ന നിലയിൽ കണ്ടിട്ടാണ് ഈ ദീപത്തെ ഞാൻ ആരാധിക്കുന്നത്. ഈ രംഗത്തെ പ്രപഞ്ചമായ എന്റെ മുമ്പിൽ ഈ പന്തലില്ല, ഇതിന്റെ പ്രപഞ്ചമാണുള്ളത്. എന്റെ മുമ്പിൽ ഈ വിളക്കില്ല. ആ വിളക്കിന് പോയാൽ വലിയ മഹാവീര പർവ്വതമാണ്. മഹാവീര പർവ്വതത്തിന്റെ മുകളിൽ ഈ ദീപത്തിൽ കാണുന്ന ഈ പ്രകാശിക്കുന്ന അജുല്യമാനമായ ദീപപ്രകാശമോ, അത് ഈ പർവ്വതത്തിന്റെയും മുകളിൽ ആദിത്യമായ മഹാവീര പർവ്വതത്തിന്റെ ചുറ്റുമല്ലേ കുട്ടികളെ പോലെ സങ്കല്പങ്ങളുണ്ടല്ലോ. അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ദീപത്തെ മഹാവീരയിൽ പ്രശോഭിക്കുന്നതായ ഈ ദീപത്തെ ഞാൻ പഠിക്കുന്നു. അത് ജ്യോതിർമയമാണ്. പ്രശോഭിതം, സ്തംഭമാകുന്ന വിളക്കാകുന്ന മഹാവീര ലോകത്തിന്റെ മുകളിൽ പ്രശോഭിക്കുന്നതാണ് ഈ ദീപം. അത് ആദിത്യനാണ് ശരിക്കും. ആ ആദിത്യനെയും ഞാൻ ഇവിടെ കാണുന്നു. ഇവിടെ ഇപ്പൊ എന്റെ മുമ്പിൽ ഈ ദീപമല്ല ഉള്ളത്, ഇതിന് പകരം ആദിത്യനാണുള്ളത്. അങ്ങനെ ഞാൻ സങ്കല്പിക്കുന്നു. എന്താ അവസ്ഥ? അങ്ങനെയുള്ളതായ ദീപത്തെ നിങ്ങൾ വന്നിട്ടുള്ളത് ഈ ദീപത്തെ ആരായിട്ടാണ് കാണുന്നത്? ദീപത്തെ സൂര്യനായിട്ട് കണ്ടു പറഞ്ഞില്ലേ? ദീപത്തെ ഇപ്പൊ ഞാൻ കാണുന്നത് സാക്ഷാൽ ആദിത്യനാണ്. അതെ, സാക്ഷാൽ ആദിത്യൻ. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പ്രകാശിക്കുന്ന ആദിത്യൻ. ആ ആദിത്യൻ ഞാൻ ഈ ദീപത്തിൽ കാണാം. ആ ആദിത്യനാണ് നിങ്ങൾ ദീപത്തിൽ കാണുന്നത്. പക്ഷെ അത് ലോകം മുഴുവൻ പ്രകാശിക്കുന്നതായ ആദിത്യൻ, അതായത് ലോകത്തിന് മുഴുവൻ പ്രകാശിക്കുന്ന ആദിത്യൻ. ആ ആദിത്യന്റെ എല്ലാ വൈശിഷ്ട്യങ്ങളും ഗുണങ്ങളും ഈ ദീപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽപ്പന. ഈ സാക്ഷാൽ ആദിത്യന്റെ എന്തൊക്കെ നിശീതാന്ത്യ ശൈത്യാദി സന്മാർഗ്ഗഭാവനാണ്. നിശീതാന്ത്യ ശൈത്യാദികളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഈ സൂര്യൻ, ആ സൂര്യൻ പറയുമ്പോൾ ആ സൂര്യന്റെ എല്ലാ സവിശേഷങ്ങളും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ശയിപ്പിക്കുന്ന രീതിയിലുള്ള ആ പ്രകാശ സ്വരൂപമാണ് ഈ ആദിത്യൻ. ആദിത്യൻ സൂര്യനാവണമെന്നില്ല, ബ്രഹ്മപ്രകാശം നടന്നിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മപ്രകാശമാണ് ഈ വിളക്കിൽ കാണുന്നത്. ബ്രഹ്മപ്രകാശവും പിന്നെ സൂര്യനും അങ്ങനല്ലേ? അങ്ങനെ പറയുന്നുണ്ടല്ലോ. മൂർത്തിത്വേ പരികൽപ്പിത സസഭൃതോത്മാ പുനർജന്മനാം ആത്മേത്യാത്മനിടാം ജ്യോതിഷാം വർത്താഹരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതൗ വാചപ്നസ്തധാരുണയകരണ ത്രൈലോക്യദീപോലിപി. അവിടെ രവി എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മസ്വരൂപനായ ബ്രഹ്മമാണ്. ശബ്ദബ്രഹ്മസ്വരൂപനായ പരബ്രഹ്മമാണ് അവിടെ രവി എന്നതിനർത്ഥം. അതാണ് പ്രളയോദയസ്ഥിതി വിഭു. പ്രളയം, ഉദയം, സ്ഥിതി, ഇത് നാഥനായിട്ടുള്ളതാണ്. വാക്കിൽ തരാൻ വേണ്ടിയാണ്. അത് വാക്കിൽ തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ രവി
ആദിത്യൻ ബ്രഹ്മസ്വരൂപനാണ്. ആ വിശേഷങ്ങളുടെയാണ് പോകുന്നത്. മൂർത്തിത്വത്തിൽ ചന്ദ്രന് മൂർത്തിത്വം കൊടുക്കുന്നത് ഈ ആദിത്യനാണ്. മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് അങ്ങനെ ദൈവത്തെ മൂന്ന് ലോകത്തും പ്രകാശിക്കുന്നതായ ആദിത്യം. മൂന്ന് ലോകത്തിലും പ്രകാശിക്കുന്ന ആദിത്യം അല്ല, ഭൂമി, പാതാളം, സ്വർഗം, മൂന്ന് ലോകത്തിലും ഒരുപോലെ പ്രകാശം നടക്കുന്ന ആദിത്യനാണ് നമ്മുടെ ആ പൊട്ടിപ്പേരുകളിൽ പ്രതിപാദിക്കപ്പെട്ട ആദിത്യം. രവിശബ്ദത്തിനുള്ള രാവയരീതി ലഭിക്കുക. രാവയരീതി ശബ്ദസ്വരൂപനാണ്. അപ്പൊ ശബ്ദസ്വരൂപനായ സാക്ഷാൽ പരബ്രഹ്മ ചൈതന്യമാണ്. അതേ ചൈതന്യമാണ് ഞാൻ ഇവിടെ അറിയിക്കുന്നത്. ശബ്ദസ്വരൂപൻ ദാനം ചെയ്യുന്നത് അത് കൊണ്ടുവരുന്നതാണെന്ന് അർത്ഥം പറയാനുള്ളതാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ദീപത്തിനെ നമ്മളിങ്ങനെ കൽപ്പിക്കണമെങ്കിൽ ഏതായാലും ആദ്യത്തെ വളരെ മേലെയായിട്ട് ലോകത്തെല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നതാണ് പറഞ്ഞു. ശരി, നമുക്ക് ഇവിടെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇതിനടുത്ത് ഒരു കൽപ്പന പറയുക. ഇവിടെ ഇവിടെ ഈ പൂർവ്വസ്ഥലത്തില് ഈ ദീപത്തിന് വളരെയധികം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താങ്കൾ ചോദിച്ചോട് പറയുകയാണ്. ഇത് ചൈത്രമാസാദിത്യന്റെ സങ്കല്പമാണ് ദീപത്തിനുള്ളത്. ചൈത്രമാസത്തിലെ ആദിത്യം എന്ന് പറഞ്ഞാൽ വൈഷ്ണവാദിത്യം. ഓരോ മാസത്തിലും ഓരോ ആദിത്യന്മാരാണ്. ആദിത്യൻ മകളും നമ്മുടെ പാട്ടിലുണ്ട്. അപ്പൊ 12 ആദിത്യന്മാരാണ് നമുക്ക് മുന്നിലുള്ളത്. ഓരോ മാസം ഓരോ ആദിത്യനാണ്. അപ്പൊ മീനമാസത്തിൽ വിഷ്ണു ആദിത്യന്റെ സങ്കല്പമാണ്. അപ്പൊ ഇവിടെ വിഷ്ണു ആദിത്യന്റെ സങ്കല്പമാണ് ഈ ആദിത്യനുള്ളത്. ധാരാളം വർണ്ണൻ പിന്ന ഇന്ദ്രനും വിപുലശ്ചാപം പർജന്യം ശ്രദ്ധ വിഷ്ണു വിഷ്ണു വൈഷ്ണവ സങ്കല്പമാണ് ഈ ആദിത്യനുള്ളത്. അതുകൊണ്ട് ചൈത്രമാസം വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനാണ് സങ്കല്പവും ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ചെയ്യണമെങ്കിൽ തന്നെ അതിന്റെ മുഖം വരാൻ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കർമ്മം ചെയ്യും. നമ്മളൊരു ഈ ദൈവത്തിനെ വഞ്ചിച്ചുകൊണ്ട് കർമ്മം പൂരങ്ങളെ എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ദേവന്മാരെ എന്താണെന്ന് ബന്ധം അഗ്നിമുഖം അഗ്നിമുഖം ദിവസത ദേവന്മാർ അഗ്നിമുഖം ദിവസതാമതി ലബ്ധവർണ്ണാഹ ശംസന്തി വൈദിക വലോഹത് വൈദിക കൂടിയാണ്. വൈദിക ഒരു ഏറ്റവും കൂടിയാണ്. വൈദിക വലോർത്ഥ വിചാരണായ തസ്യാകൃത പ്രണതിപൂർവ്വം അശേഷണം അതിന്റെ മുൻഭാഗത്ത് വെച്ചിട്ട് പ്രണമിക്കും. തൊഴിലുണ്ടാവുന്നത് തസ്യാകൃത പ്രണതിപൂർവ്വം അശേഷണ തുര്യാധന സുഹൃതചിത്തു നമുക്ക് ഇതിൽ നിന്ന് സുഹൃതം ഒരു പുണ്യം നമുക്ക് കിട്ടാൻ ആ പുണ്യമാണ് നമുക്ക് ഈ ദീപം കിട്ടേണ്ടത്. ആദ്യത്തിനാണെങ്കിലും ഈ അഗ്നിമുഖം ദേവന്മാരാണെങ്കിലും ഈ പറഞ്ഞ നമുക്ക് സുഹൃതം ഇതിൽ കിട്ടാനുണ്ട്. ആ സുഹൃതമാണ് നമ്മുടെ ലക്ഷ്യം. അതാണ്